ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല പോഷക ഗുണങ്ങളുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് ഇത് വളരുന്ന കുട്ടികൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിലൊരുപാട് വൈറ്റമിൻസ്, മിനറൽസ്, ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഉഗ്രൻ ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ അതിനായി നമുക്കൊരു ജാർ എടുക്കാം. അതിൽ 1 കപ്പ് പച്ചബട്ടാണി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് പേസ്റ്റ് ആകാൻ പാടില്ല, ഒരു ചതച്ച രൂപത്തിൽ വേണം നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഗ്രീൻ പീസൊക്കെ ചതച്ച പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിനൊരു വലിയൊരു പാത്രം എടുക്കാം. അതിൽ 2.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓമ ഇടാം. ഓമ വയറിന് നല്ലതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഗ്രീൻ പീസിൻ്റെ മിക്സ്ചർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 കപ്പ് അരിഞ്ഞ പാലക്ക് കണ്ണിന് വളരെ നല്ലൊരു ലീഫി വെജിറ്റബിളാണ്. അടുത്തത് 1 കപ്പ് ഉലുവയില ഷുഗർ കൺട്രോൾ ആവാൻ നല്ലതാണ്. അതിനുശേഷം ഒരു 1/4 കപ്പ് അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ആണ്. നമ്മൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ മല്ലിയില വളരെ നല്ലതാണ്. അതിനുശേഷം ഒരു 1/2 കപ്പ് പുതിന ഇല അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 കപ്പ് തൈരിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തൈരിൽ ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇതിലൊരുപാട് ഇലക്കറി ചേർക്കുന്നുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾ സാധാരണ ഇലക്കറി അത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. അതിന് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വളരെ ഈസി ആയിട്ട് വളരെ ഇഷ്ടത്തോടെ കഴിക്കും. നമ്മൾ ഇപ്പം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിത് ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പാൻ ലോ മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. അതിലേക്ക് ഒരു തവി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ബാറ്ററിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിന് ഈ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് മറിച്ചിടാം. മറ്റേ സൈഡും ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഇത് നല്ലൊരു ഐറ്റമാണ്. നമുക്കിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. നന്നൊരു കളർ വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. കാണാൻ നന്നായിട്ടുണ്ടല്ലോ. അതാ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഗ്രീൻ പാൻകേക്ക് റെഡിയായി. ഇത് തേങ്ങാ ചട്നി അല്ലെങ്കിൽ അച്ചാറിട്ട് കഴിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നാൽ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.